എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിമിഷപ്രിയ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പുതിയ വാർത്ത, തലാലിന്റെ സഹോദരൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളതാണ്. മാപ്പ് നൽകാനുള്ള സാധ്യതയൊക്കെ വിരളമാണെങ്കിലും പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നിരവധിയിടങ്ങളിൽ നിന്നായി എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് നിമിഷപ്രിയയെ പോലെ ഒരു യുവാവിൻ്റെ ശവശരീരം 150ഓളം കഷ്ണങ്ങളാക്കി മുറിച്ച് വാട്ടർ ടാങ്കിൽ നിക്ഷേപിച്ച് അവിടെ നിന്നും കടന്നു കളഞ്ഞ ഒരു ക്രിമിനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ചോദ്യം വരുന്നുണ്ട്. ഇത്തരമൊരു ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നോക്കൂ, നിമിഷപ്രിയയെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മാധ്യമമാണ് മറുനാടൻ മലയാളി. മറുനാടൻ മലയാളി അടക്കമുള്ള നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആദ്യം പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിങ്ങനെയാണ്: നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തി യമനിലാണ്. യമനിൽ അസ്ഥിരമായൊരു ഭരണകൂടമാണ്, ഗോത്രഭരണമാണ്. അവിടെ നിൽക്കുന്ന ഇസ്ലാമിക ശരിയ നിയമം അനുസരിച്ച് അവരൊരു അന്യ മതസ്ഥയാണ്, അന്യ നാട്ടുകാരിയാണ്. അവർ ചെയ്തിട്ടുള്ളത് ആ നാട്ടിലെ ഒരു പൗരനെ കൊന്നു എന്നുള്ള ഒരു ക്രിമിനൽ ഒഫൻസാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് വിചാരണ സമയത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നീതി ലഭിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മളെപ്പോഴും നിമിഷപ്രിയയെ വെച്ച് താരതമ്യം ചെയ്യുന്നത്, അവിടുത്തെ ശിക്ഷാരീതികളെ താരതമ്യം ചെയ്യുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥിതിയുമായാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിമിഷപ്രിയയുടെ അവസ്ഥ അങ്ങനെയാണോ എന്നുള്ളത്. ശരിയാ നിയമപ്രകാരം കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, തലയ്ക്ക് തല എന്ന് തന്നെയാണ്. ഇന്ത്യയിൽ നമ്മളിപ്പോൾ നിമിഷപ്രിയ ഇങ്ങനൊരു കേസ് ഇവിടെ നടക്കുകയാണെങ്കിൽ നിമിഷപ്രിയയ്ക്ക് നിമിഷപ്രിയയുടെ ഭാഗം പറയാനുള്ള സാധ്യത, അതായത് പ്രതിക്ക് പോലും അവകാശ അധികാരങ്ങൾ കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. അങ്ങനെ ഒരു രാഷ്ട്രത്തിൽ കൃത്യമായി താൻ എന്തിനത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലാണ് താനിത് ചെയ്തത് എന്ന് പറയാനുള്ള സുതാര്യമായ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടാൻ നിമിഷപ്രിയയ്ക്ക് സാധിക്കും. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഈ സമയത്താണ് പണ്ട് 2020 മനോരമ ഓൺലൈൻ ലേഖകനായ, കൊച്ചി റിപ്പോർട്ടറായ സിബി നിലമ്പൂർ നിമിഷപ്രിയയുമായി നടത്തിയൊരു അഭിമുഖത്തിൻ്റെ ഞാൻ പൂർണ്ണമായി അഭിമുഖം വായിക്കുന്നത്. ഈ അഭിമുഖത്തിൽ നിമിഷപ്രിയ കൃത്യമായി താൻ കടന്നുപോയ അതിഭീകരമായ ക്രൂരമർദ്ദനങ്ങൾ, അത് ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഏത് ഘട്ടത്തിലാണ് താൻ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രിമിനലായി മാറുന്നത് എന്ന് അവർ വൃത്തിയായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: നിമിഷപ്രിയ 2008 മുതൽ നേഴ്സായി യമനിൽ ജോലി ചെയ്യുകയായിരുന്നു. നാട്ടിലെ ഒരാൾ, ടോമി എന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിക്കുന്നു. തിരിച്ച് ഇരുവരും ഒരുമിച്ച് യമനിലേക്ക് പോകുന്നു. ടോമിക്ക് അവിടെ ഒരു വെൽഡറായൊക്കെ ജോലി ലഭിക്കുന്നുണ്ടെങ്കിലും കാര്യമായ സാമ്പത്തിക മെച്ചമൊന്നും ഈ കുടുംബത്തിന് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഒരു യമൻ പൗരൻ്റെ സഹായം തങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്ലിനിക്ക് ആരംഭിക്കാം, അത് ലാഭത്തിലാക്കും, നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറ്റാം, മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഈ നിമിഷപ്രിയ ജോലി ചെയ്തിരുന്ന ക്ലിനിക്കിൽ നിരന്തരമായി വന്നുകൊണ്ടിരുന്ന തലാൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പരിചയപ്പെടുന്നു. ആദ്യ ഘട്ടത്തിലൊക്കെ വളരെ മാന്യനായിരുന്നു. ഇതിനിടയ്ക്ക് നിമിഷപ്രിയ നാട്ടിലേക്ക് സാമ്പത്തികം, സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങേണ്ട ആവശ്യവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ എത്തുന്നുണ്ട്. വളരെ തുച്ഛമായ വേതനമാണ് ടോമിക്കൊക്കെ അന്ന് ലഭിച്ചിരുന്നത്. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തലാലും ഇവർക്കൊപ്പം എത്തുന്നുണ്ട്. നാട്ടിലെത്തി നല്ല മനുഷ്യനായി അഭിനയിക്കാൻ തലാലിനൊപ്പം ഒരു കൂട്ടുകാരിയും ഉണ്ടായിരുന്നു എന്ന് നിമിഷപ്രിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അന്ന് വിവിധ സ്ഥലങ്ങളിൽ നിമിഷപ്രിയക്കൊപ്പം തലാൽ സന്ദർശിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നാട്ടിൽ ഈ ടോമിയുടെയും നിമിഷപ്രിയയുടെയും വിവാഹ ഫോട്ടോകളൊക്കെ തലാൽ സ്വന്തം ഫോണിൽ പകർത്തുന്നൊക്കെയുണ്ട്. അതെന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ അതൊരു എന്താ പറയുക, സംശയാസ്പദമായൊരു സാഹചര്യമൊന്നുമല്ല. എന്തായാലും ആദ്യം നിമിഷപ്രിയ തിരികെ പോകുന്നു. അവിടെ ചെല്ലുന്ന സാഹചര്യത്തിൽ അവർ ക്ലിനിക്ക് ആരംഭിക്കുന്നു. പിന്നീടാണ് തലാൽ എന്ന് പറയുന്ന വ്യക്തി മയക്കുമരുന്നിന് അടിമയായിരുന്നുവെന്നും അയാൾക്ക് നിരവധിയായ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു, മോഷണ കേസുകൾ ഉൾപ്പെടെ നിരന്തരം ജയിലിൽ കിടന്നിരുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ നിമിഷപ്രിയ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത്, നിമിഷപ്രിയ മുൻപ് വർക്ക് ചെയ്തിരുന്ന ക്ലിനിക്കിൽ, ആ ക്ലിനിക്ക് നിമിഷപ്രിയ പോയതോടുകൂടി ലാഭമില്ലാതെയായി എന്ന് നിമിഷപ്രിയയെ കൊണ്ടുവന്ന സ്പോൺസറായി വന്നിരുന്ന ആ ക്ലിനിക്കിൻ്റെ ഉടമസ്ഥൻ പറയുന്നതോടുകൂടി താൻ പുതിയതായി ആരംഭിച്ച ക്ലിനിക്കിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിൻ്റെ ഒരു കുറച്ച് വരുമാന ഭാഗം ആ ക്ലിനിക്കിന് താൽക്കാലികമായി നൽകാമെന്നൊരു ഉടമ്പടിയിലേക്ക് എത്തുന്നു. ഈ ഉടമ്പടി എഴുതിയത് അറബിയിലായിരുന്നു. നിമിഷപ്രിയയ്ക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ നിമിഷപ്രിയ എന്ത് ചെയ്യുന്നു, തലാലിനെ വിശ്വസിച്ച് ഉടമ്പടിയിൽ ഒപ്പിടുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് കിട്ടുന്ന ലാഭത്തിൻ്റെ 33% ഈ പഴയ ക്ലിനിക്കിലെ സ്ഥാപകനും ബാക്കിയുള്ള 67% തലാലിനുമായാണ് ഉടമ്പടി എഴുതിയിരുന്നത്. അത് നിമിഷപ്രിയയ്ക്ക് ഒന്നുമില്ല. അതായത് പണം മുടക്കിയ അധ്വാനിക്കുന്ന നിമിഷപ്രിയയ്ക്ക് സാമ്പത്തികമായി യാതൊരു ലാഭവുമില്ല. ഇത് ചോദ്യം ചെയ്യുന്നതോടുകൂടി തലാൽ ക്ലിനിക്കിലെത്തുകയും അവിടെ വെച്ച് നിമിഷപ്രിയയെ ഉപദ്രവിക്കുകയും ഓഫീസ് രേഖകളിലും മെഡിസിനിലുമൊക്കെ വെള്ളം കോരി ഒഴിക്കുകയും തുപ്പുകയും ഒക്കെ ചെയ്യുന്നതായി നിമിഷപ്രിയ പറയുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഈ ക്ലിനിക്കിലെ മാനേജർ
അറിയിക്കുന്നത് തലാൽ ഈ കിട്ടുന്ന പണം ഈ കൗണ്ടറിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പം ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് മാനേജർ പറയുന്നതിന് നിങ്ങൾ വിവാഹിതരല്ലേ, ഹസ്ബൻഡ് ആൻഡ് വൈഫല്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായാലും ഒരു വീട്ടിലേക്കല്ലേ, അപ്പോൾ ആരെടുത്തുകൊണ്ട് പോയാൽ എന്താണ് എന്ന് ചോദിക്കുന്ന ഘട്ടത്തിലാണ് താൻ തലാലിൻ്റെ ഭാര്യയായാണ് തലാൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നിമിഷപ്രിയയ്ക്ക് മനസ്സിലാവുന്നത്. തുടർന്ന് തലാലിൻ്റെ ബന്ധുക്കളോടുമൊക്കെ ഈ തരത്തിലുള്ള വിവാഹ തട്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും അവരൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒടുക്കം നിയമവ്യവസ്ഥയെ സമീപിക്കുന്നു. അങ്ങനെ വിവാഹ തട്ടിപ്പിന് പേരിൽ ഏകദേശം 16 ദിവസത്തോളം ഇരുവരും ജയിലിൽ കിടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പുറത്തെ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിച്ച് തലാൽ ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും വിവാഹ ഫോട്ടോയും ഒക്കെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി തലാലിൻ്റെ വാദം മാത്രം കേട്ടുകൊണ്ട് ഇരുവരും വിവാഹിതരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രേഖയും കൊടുക്കുന്നു. തുടർന്ന് നിർബന്ധിച്ച് തലാൽ ഈ നിമിഷപ്രിയയെ വിവാഹം കഴിക്കുന്നുണ്ട്. തുടർന്നാണ് നിമിഷപ്രിയയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നത്. നിമിഷപ്രിയയ്ക്ക് നാട്ടിലേക്ക് ഫോൺ വിളിക്കാനോ സംസാരിക്കാനോ പറ്റുന്ന തരത്തിൽ ഒന്നിനും പറ്റുന്നില്ല. കാരണം കയ്യിൽ ലഭിക്കുന്ന സിം കാർഡുകളെല്ലാം തലാൽ ഒടിച്ചു കളയുന്നു. ഏകദേശം 10-22ഓളം സിം കാർഡുകൾ ഒടിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തലാൽ എന്നും ഉപദ്രവിക്കുന്നു. പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് നിന്നു കൊടുക്കണമെന്നാവശ്യപ്പെടുന്നു. കൂട്ടുകാരുമായൊത്ത് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുത്താൻ നിർബന്ധിതരാകുന്നു. അങ്ങനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു പോരാമെന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് തലാൽ തൻ്റെ പാസ്പോർട്ടും കയ്യിലാക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒടുക്കം ഈ നിരന്തരമായി ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ജയിൽ ജീവനക്കാരനായ ഒരാൾ ഈ തലാലിനെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാൽ തലാലിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പാസ്പോർട്ട് തിരിച്ചെടുക്കാം എന്നൊരു ഉപായം നിമിഷപ്രിയയോട് പറയുന്നത്. അങ്ങനെ നിമിഷപ്രിയ ഈ ജയിൽ ഉദ്യോഗസ്ഥനെ വിശ്വസിക്കുകയും ആ സമയത്ത് നിമിഷപ്രിയയുടെ കൂടെ ഹനാൻ എന്ന് പറയുന്ന യമനിലെ തന്നെ മറ്റൊരു പൗര വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഞാനും സഹായിക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഇവരുടെ പ്രധാന പദ്ധതിയാണ് ഇയാൾക്ക് ഇതിനിടയ്ക്ക് എന്തോ യൂറിനറി ഇൻഫെക്ഷൻ എന്തോ വരുന്ന ഒരു സാഹചര്യമുണ്ട് തലാലിന്. അതിൻ്റെ മരുന്നിനായിട്ട് ക്ലിനിക്കിലേക്ക് വരുന്നു. ഇതിൻ്റെ മരുന്നിനൊപ്പം തന്നെ നിമിഷപ്രിയ ഒരു 2 ഡോസ് മരുന്ന് ഇവർക്ക് ഉറങ്ങാനായി നൽകുകയാണ്. കാര്യം തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് വണ്ടിയിൽ കൊണ്ടുപോയി പേടിപ്പിച്ച് പാസ്പോർട്ട് തിരികെ കൈപ്പറ്റാമെന്നായിരുന്നു വിചാരം. പക്ഷേ ഇയാളൊരു മയക്കുമരുന്നിന് അടിമയായതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗമുള്ള വ്യക്തിയായതുകൊണ്ട് ഈ മയങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടും ഒന്നും അയാൾ കേൾക്കുന്നില്ല. തുടർന്ന് 1 ഡോസ് കൊണ്ട് കൊടുക്കുകയും വലിയ നിലവിളിയോടുകൂടി ഇയാൾ നിലത്ത് വീഴുകയും ചെയ്തു. പിടിച്ചു നോക്കുമ്പോൾ പൾസില്ല. പേടിച്ചു പോയ നിമിഷപ്രിയ ഈ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള ഒരു മെഡിസിൻ സ്വയം കഴിക്കുന്നു. ഒരു അർത്ഥബോധാവസ്ഥയിലെത്തുന്നു. ആകെ പാനിക്കാവുന്ന സിറ്റുവേഷൻ. ഇഘട്ടത്തിൽ ഓടിച്ചെന്ന് ഹനാൻ്റെ അടുത്ത് ഹനാൻ ഈ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഹനാനാണ് അർത്ഥബോധാവസ്ഥയിൽ നിമിഷപ്രിയയെ മാറ്റിയിരുത്തി ഈ തലാലിൻ്റെ മൃതശരീരം വെട്ടിക്കഷ്ണങ്ങളാക്കി അവിടെയുള്ള ജലസംഭരണിയിലാക്കുന്നത്. ഏകദേശം 1-2 ദിവസത്തിലാണ് നിമിഷപ്രിയ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും ഈ ശവശരീരം ജീർണിക്കുകയും മണം പിടിക്കാനും തുടങ്ങുന്നു. അങ്ങനെ ഈ ദുർഗന്ധം പരക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് നിമിഷപ്രിയ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പിന്നീട് അവരെ പോലീസ് കയ്യാമം ചെയ്യുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഇവർ. അപ്പോൾ എന്തുകൊണ്ടാണ് നിമിഷപ്രിയ ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യത്തിന് കോടതിയിൽ തൻ്റെ ഭാഗം പറയാനോ, കാര്യം അറബിയിലാണ് സംസാരിക്കുന്നത്, നിമിഷപ്രിയയ്ക്ക് അറബി അറിയില്ല. അപ്പോൾ തൻ്റെ ഭാഗം പറയാൻ തനിക്കൊരു വക്കീലുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ ഏതോ ഒരു ജൂനിയർ അഭിഭാഷകരെയാണ് നിയമിക്കുന്നത്. ഏതോ നാട്ടിൽ കിടക്കുന്ന പണം കൊടുക്കാനില്ലാത്ത നിമിഷപ്രിയയ്ക്ക് വേണ്ടി ജൂനിയർ അഭിഭാഷകൻ വാദിക്കാൻ യാതൊരു തരത്തിലും സാധ്യതയില്ല. അങ്ങനെ നിമിഷപ്രിയയുടെ കുറ്റപത്രത്തിൽ നിമിഷപ്രിയയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത് അറബിയിലായിരുന്നു. എന്തുകൊണ്ട് താനിത് ചെയ്തു, എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള വിഷയങ്ങൾ നിമിഷപ്രിയയുടെ ഭാഗം പറയാൻ സാധിച്ചിട്ടേയില്ല. ഈ സാഹചര്യം ഇത് യാഥാർത്ഥ്യമായിരിക്കെ നമ്മൾക്ക് എങ്ങനെയാണ് നിമിഷപ്രിയയെ കുറ്റപ്പെടുത്താൻ സാധിക്കുക? അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം അവർ ചെയ്തത് തെറ്റാണ്. ഹനാൻ എന്ന് പറയുന്ന സഹായിയായി നിന്ന ഈ സ്ത്രീയെ കോടതി ജീവപര്യന്തത്തിനും നിമിഷപ്രിയയെ വധശിക്ഷയ്ക്കും വിധിക്കുന്ന ഒരു സാഹചര്യം. നോക്കൂ, യമനിലെ പൗരയായതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെയുള്ള സാവകാശങ്ങൾ ലഭിച്ചത്, നിമിഷപ്രിയയ്ക്ക് അത് ലഭിക്കാതെ പോയതും. ഇവിടെ കൃത്യമായിട്ടുള്ള നിയമപരിരക്ഷ നിമിഷപ്രിയയ്ക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ നമുക്ക് നിമിഷപ്രിയയെ താൽക്കാലികമായെങ്കിലും കൂടെ നിന്നേ സാധിക്കുകയുള്ളൂ. നിമിഷപ്രിയ കടന്നുപോയി മാനസികാവസ്ഥയിൽ ഞാനാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യുമെന്ന് ആലോചിക്കുക. അങ്ങനെ ഒരു ഘട്ടത്തിൽ ചെയ്തു പോയത് സ്വയം രക്ഷയ്ക്കാണോ എന്ന് പോലും നിമിഷപ്രിയയ്ക്ക് കോടതിയുടെ മുന്നിൽ പ്രൂവ് ചെയ്യാനുള്ള സാവകാശം സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. അതുമാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിമിഷപ്രിയയെ ക്രൂശിലേറ്റണം, നിമിഷപ്രിയയെ വധശിക്ഷയെ വിധേയമാക്കണം, യമനിലെ നിയമം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ആളുകൾ ഒരു തവണയെങ്കിലും നിമിഷപ്രിയയുടെ യഥാർത്ഥ കഥയൊന്ന് ഇരുത്തി വായിക്കേണ്ടതുണ്ടെന്നാണ് പറയാനുള്ളത്.